ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം തന്നെ നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അരി കുതിർക്കാതെയും പൊടിക്കാതെയും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതാണ്, ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പിനി ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതെല്ലാം അരച്ചെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒത്തിരി ലൂസ് വേണ്ട, നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ലൂസിൽ അരച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ എല്ലാം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൂസ് ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി, ഈ ഒരു ലൂസ് മതി. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്താണ് അരച്ചേക്കുന്നത്, അപ്പോൾ ഇത് പുളിച്ചു വരും. ഒരു 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് പുളിച്ചു വരും. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മാവെല്ലാം നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അവരവരെടുക്കുന്ന മാവിനനുസരിച്ച് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. മധുരവും ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് ഇതിന്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരെണ്ണം ഒഴിച്ചെടുക്കാം. ഒരെണ്ണം ഒഴിച്ചെടുത്ത് ഇതിങ്ങനെ പരത്തുകയൊന്നും വേണ്ട, നമ്മളിതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു തവി ഫുള്ളായിട്ട് ഒഴിക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അധികം പരത്തുകയൊന്നും വേണ്ട, അത് ഈ വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷവും ഇതൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് നല്ലതായിട്ട് മുരിഞ്ഞ് നല്ല ഇതായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു അടച്ചു വെച്ച് എടുക്കുന്നതാണ് പെട്ടെന്ന് വേവാൻ വേണ്ടി നല്ലത്. അപ്പോൾ നമുക്ക് ഈ സൈഡൂടെ തിരിച്ചിട്ടിട്ട് എടുക്കാം. നമ്മുടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അപ്പം എല്ലാം ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റായിട്ടും നമുക്ക് പെട്ടെന്ന് ഡിന്നറിനും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ആണെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരപ്പമാണ്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.